ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുംബൈക്ക് പോവാണ് കേട്ടോ. അപ്പോൾ തിരൂർ സ്റ്റേഷനിലാണ് ഞാൻ കയറിയത്. എൻ്റെ ഫ്രണ്ട് വിബീഷ് ആളെന്നെ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചായയൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. 3 മണിക്ക് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ ട്രെയിൻ എനിക്ക് കയറ്റി വിട്ട് തന്നു. ഞാൻ സേഫായിട്ട് കയറി. കുറേ കഴിഞ്ഞപ്പോൾ ട്രെയിൻ യാത്ര ഇങ്ങനെ കണ്ണൂരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഇടയ്ക്ക് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ട്രെയിൻ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ആൻഡ് വൈകുന്നേരം ആയപ്പോൾ നമ്മളിത് വിശന്നെടുത്ത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചോറ് കഴിക്കാൻ കേട്ടോ. ഞാൻ വീട്ടിൽ ഇലപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കറി വെച്ച് ഞാൻ മുട്ട ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ ഞാൻ കിഴങ്ങും ഉള്ളിയും കൂട്ടിയിട്ടുള്ള കറിയായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ ചെന്നപ്പോഴായിരുന്നു ബീഫ് ഉൾപ്പെടെയുള്ള കുറേ കറികൾ കൂടിയിട്ടാണ് അന്നത്തെ നൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ഫുഡ് കഴിക്കാൻ കേട്ടോ. ഇന്നത്തെ നൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സ്പെഷ്യലാണ്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ബോറടിക്കുക. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു നമുക്ക് പുറത്ത് കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കാമെന്ന്. അങ്ങനെ പുറത്ത് കാറ്റ് കൊണ്ടിട്ട് അവിടെ കിടന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. മുംബൈ യാത്ര വെച്ച് നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടായ യാത്രയാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് അത്രയും എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങാൻ പോയി കേട്ടോ. പിന്നെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ എല്ലാവരും കിടന്നുറങ്ങുന്നതിൻ്റെ തിരക്കിലും കാര്യങ്ങളായിരുന്നു. രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ശവപ്പറമ്പിൽ കിടക്കുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. ഇത് മൊത്തം നോക്കിയേ വെള്ള പൊതിച്ചിട്ടുള്ളത്. രാത്രി ഇനി എങ്ങാനും നെട്ടി വളർന്നു കഴിയുമ്പോൾ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ബീഫ് തിന്നത് കുഴപ്പമായോന്നും അറിയില്ല. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നല്ല വയറുവേദനയായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ജീരകം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ജീരകം കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. വെറുതെ കയ്യിലെടുത്ത് വെച്ചതാണെങ്കിലും അതൊരു ഉപകാരം ഉണ്ടായി. അതിനുശേഷം ഫോണ് ഒരു ഏകദേശം നല്ല ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും എന്നറിയില്ല. പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ രാവിലെയാണ് എഴുന്നേൽക്കുന്നത്. ഏകദേശം ഒരു 7 മണി സംതിങ് ആയിട്ടുണ്ട്. നിലം തുറന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ചാർജിലിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ചാർജിലിടും. പിന്നെ എല്ലാ ആൾക്കാരും മൊത്തം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല്ല് തേക്കാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ചയാണ് ഇത് ഈ കാണുന്നത്. വേഗം തന്നെ വൃത്തിയിൽ പല്ല് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞിട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ ഷട്ടർ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വെള്ളം അത്ര നല്ലതല്ലാന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ അധികമായിട്ട് വായിൽ ഇട്ട് കുളിക്കാൻ നിന്നൊന്നുമില്ല. അങ്ങനെ ഫേസ് കഴുകി ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തു. എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ചെറുതായിട്ട് നമ്മൾ ഇൻഷോട്ടിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞു. നമ്മൾ പുറത്ത് വന്നിരുന്നു. പിന്നെ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആരും അങ്ങനെ എഴുന്നേറ്റിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് ട്രെയിനിൽ എത്തുമ്പോൾ തന്നെ ഏകദേശം 10:30 ആവും. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഇത് കണ്ടോ, മഞ്ഞ് നോക്കിക്കേ, ഫുള്ള് മഞ്ഞാണ്. ഈ സമയമായിട്ട് പോലും മഞ്ഞൊന്നും പോയിട്ടേ ഇല്ല. പിന്നെ കുറേ നേരം ഞാൻ അവൻ്റെ വാതിക്കേ നോക്കി നിന്നു കേട്ടോ. ഓരോ സ്റ്റേഷൻ കഴിഞ്ഞ് പോകുമ്പോഴും എന്തെങ്കിലും അത്ഭുതമായിട്ട് എന്തൊക്കെയോ കാണാനുണ്ട് എന്നുള്ളൊരു മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പുറത്തേട്ട് തന്നെയായിരുന്നു ഫുൾ ടൈം നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലെ സ്റ്റേഷൻ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു സ്റ്റേഷൻസാണ് ഉള്ളത് കേട്ടോ. അത്ര വലിയ ബിൽഡപ്പും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് മഞ്ഞൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണുപ്പും പിന്നെ ചെറിയൊരു തൊണ്ടവേനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് ചായ കിട്ടുമ്പോൾ ചായയൊക്കെ മേടിച്ച് കുടിക്കാമെന്നുള്ളതാണ്. പൊതുവേ എനിക്ക് റെയിൽവേ സ്റ്റേഷനിലെ ഫുഡൊന്നും ഞാൻ അധികം കഴിക്കാറില്ല കേട്ടോ. പിന്നെ വാതിക്ക് നിന്ന് കുറച്ച് വീഡിയോ എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ഇങ്ങനെ ചെറുതായിട്ട് തെന്നിയാണ്ട് വീണപ്പോൾ ഞാൻ വിചാരിച്ചു അതിസാഹസം എടുക്കണ്ട. പിന്നെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വന്നത് പല്ല് തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പല്ലേക്കണ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വല്ല ചീത്തയൊക്കെ വന്നിച്ചിട്ട് പിന്നെ അധികം അങ്ങോട്ട് എടുക്കാനില്ല. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഏതൊക്കെയോ ഗുഹത്തിൻ്റെ ഉള്ളിൽ കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഫുള്ള് ഇരുട്ട് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇരുട്ടായിരുന്നു. അത്യാവശ്യം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതെന്താ തുരങ്കം പോലത്തെ ഒരു സംഭവമാണ്. പണ്ട് ഞാൻ പാലക്കാട് പോകുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു തുരങ്കത്തിൽ കൂടി പോയിട്ടുണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. ആ മണിക്കൂറത്തെ തുരങ്കത്തിൻ്റെ അത് കണ്ടതിന് ശേഷം പിന്നെ ബോറടിച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ട് നമ്മുടെ ബാച്ചിലേക്ക് പോകുന്നു കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ആ സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. മാം എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ച് വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 8 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇനി മണിക്കൂറോളം നമ്മളിവിടെ ഇരിക്കണമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഫുഡ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ചായ വന്ന പാടെ ചായ എല്ലാവർക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ സാറുമാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ കേട് വരാത്തതുകൊണ്ട് നമ്മളത് നാളത്തേക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ജയിലിൽ ചപ്പാത്തിയൊക്കെ ആയിട്ടാണ് നമ്മൾ സാറ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ചപ്പാത്തി മാത്രമല്ലായിരുന്നു, ബ്രെഡും ജാമും നെയ്യും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ബട്ടറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് മുഴുവൻ കഴിച്ചു തീർത്തിട്ടോ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. അങ്ങനെ വേണം കൊടുത്ത് പ്രതീക്ഷ നശിപ്പിക്കണം. അത് പോട്ടെ അത് എടുക്കണ്ട, അത് പോട്ടെ അത് പോട്ടെ. അത് പിന്നെ നിങ്ങളെ ചീസ് എവിടെ? കത്രിക ഉണ്ടോ? ആരത്തിൽ കത്രിക? ആ എന്നാ വേണം കുറച്ച് കിട്ടേ. ഒഴിക്കാൻ പറ്റില്ല. മോളെ നീ കറി എടുത്തോട്ടോ. 4 മണിക്ക് വൈകിട്ട് സാധനം വാങ്ങിക്കാം. കക്കരിക്ക ആരും ഇവിടെ ഇല്ല. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിൽ വരുന്ന ഫുൾ ടീമും നമ്മുടെ സ്വന്തം ടീമാണ്. ഇവിടെ വന്നിട്ടാണ് ഇവരെയൊക്കെ പരിചയപ്പെടുന്നതെങ്കിലും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസിന് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് എങ്ങോട്ട് നീങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യാണ് കേട്ടോ. എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പായിട്ട് കുറച്ച് പേര് ഇവിടെ ഫുഡ് കഴിക്കാതെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവർക്കുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു മലയാളി ഹോട്ടലിൽ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് നമ്മൾ അങ്ങനെ നടക്കാൻ പോവുകയാണ്. അതായത് ഈ ടീം മൊത്തം നമ്മുടെ ടീം തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ ലിഫ്റ്റിലേക്ക് കയറി, പിന്നെ കുറേ നടന്നു. ഇനി നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 3/4 മണിക്കൂർ യാത്രയും കൂടി ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാത്തവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മലയാളി ഹോട്ടൽ തിരക്കിയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ ഈ കാണുന്ന മൊത്തം. അതിനുശേഷം നമുക്ക് ഓട്ടോ വിളിക്കാമെന്നാണ് നമ്മൾ ഏകദേശം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പോകുന്ന വഴിക്ക് ഉണ്ടാകുന്ന എല്ലാതും നമ്മൾ വീഡിയോസിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് കുറേ വീഡിയോസൊക്കെ മിസ്സായി പോയെങ്കിലും മാക്സിമം വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. കുറേ നേരത്തെ കാലത്തിന് ശേഷം നമ്മളിത് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റായിട്ടൊരു ചായയും ഒരു പരിപ്പൂടെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. കഴിക്കാത്ത ആൾക്കാർ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ചപ്പാത്തിയും പുട്ടും ദോശയൊക്കെ ആയിട്ട് കഴിച്ചു. ഞാൻ പിന്നെ എനിക്ക് ചായ മസ്റ്റാണല്ലോ. അങ്ങനെ ഇവിടെ ചെന്നാലും ചായ കുടിക്കുന്ന ഒരു ഹരമായതുകൊണ്ട് ഞാൻ ചായയും അത്യാവശ്യം മുരിമുരിയായിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ കഴിച്ചിട്ട്. അപ്പോൾ ഇന്നലെ കഴിച്ച ബീഫ് എന്തെങ്കിലും പ്രശ്നം ഉള്ളതുപോലെ ഇത് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നൈസായിട്ട് ചെറുതായിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. നമ്മളിനിപ്പോൾ നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇവിടെ സാറുമാർ നമ്മുടെ കൂടെ തന്നെ കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ യാത്ര ഇവിടെ നിൽക്കുന്നതല്ല, ഇത് ജസ്റ്റ് ഒരു കണ്ടിന്യൂഷൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ മുംബൈയിലെ അവിടുത്തെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ, ടാറ്റാ. സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടാറ്റാ.